ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷായ ചിക്കൻ ലസാഗ്ന, അതായത് ലസാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ചീസി ക്രീമി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടൊന്നുമല്ല കുക്ക് ചെയ്തെടുക്കുന്നത്, പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലോട് കൂടിയ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് സമയം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ സമയം വെച്ച് തിളപ്പിച്ചെടുക്കണ്ട, ഇതിൻ്റെ തൊലി ഒന്ന് ഇളകി കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലി ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇത്രയും മതി. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. തക്കാളി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി സ്റ്റവിൽ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള കണക്കിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ മൈദയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. പാൽ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ മൈദ ആകെ കട്ട പിടിച്ച് ആകെ ഒന്നിച്ചൊരിതാവും. അപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ഇത് ചെയ്തെടുത്താൽ മതി. പാല് ചേർത്തതിന് ശേഷം ഇത് ഏകദേശം തിക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാം. ഈ ഒരു തിക്നെസ് മതി. ഇത് ഇരുന്ന് തണുക്കുമ്പോഴും ഒന്നുകൂടെ തിക്കായി കിട്ടും. സ്റ്റവിൽ മറ്റൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ റോ സ്മെല്ല് പോയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ പീസസ് ആയി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന രൂപത്തിൽ വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസസായി ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ടൊമാറ്റോ പ്യൂരി റെഡിയാക്കിയപ്പോൾ തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞിട്ടില്ല, ഒരു പീസ് അരയാതെ കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് എടുത്ത് ഒഴിവാക്കിയതാണ്. ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ ടൊമാറ്റോ പ്യൂരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചോവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ബ്രെഡ് ഒന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ഒന്നും തേക്കാതെ ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചൊന്ന് 2 ഭാഗം ചൂടാക്കി എടുത്താൽ മതി. ബ്രെഡിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയുന്നില്ല, ഓരോരുത്തർ സെറ്റ് ചെയ്തെടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ബ്രെഡ് നിങ്ങൾ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സോസും ഇതിന് വേണ്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ള മസാലയും ചൂടാറിയിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് എടുക്കുന്ന പാൻ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ ബ്രെഡ് പീസസ് ആക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ബ്രെഡ് പീസസ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ആക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് പീസസ് ഇളകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മസാല മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം മാറ്റി വെച്ച് ബാക്കി മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസിൻ്റെ പകുതി ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ഇത് ആദ്യം വെച്ച് കൊടുത്ത പോലെ തന്നെ മുകളിൽ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ ബ്രെഡ് കട്ട് ചെയ്ത് കവർ ചെയ്തെടുക്കാം.
ബ്രെഡ് വെച്ച് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് വെച്ച് കൊടുത്ത് സ്പൂൺ കൊണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെച്ചിരുന്ന ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ ലസാഗ്ന സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത പാൻ വെച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇരുപത് മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കിയപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്ത ഉണക്കമുളക് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഇറ്റാലിയൻ ഡിഷായ ചിക്കൻ ലസാഗ്ന റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടുകൂടെ തന്നെ മുറിച്ച് സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടെ സെർവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചീസൊക്കെ തണുത്ത് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ മാറി തിക്കായിട്ടാവും കിട്ടുക. അപ്പോൾ ചൂടോടുകൂടെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.